നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രാണൻ പകുത്തുകൊടുത്ത് മറ്റൊരാളെ മനസ്സിലേറ്റണം. അയാളില്ലെങ്കിൽ ജീവിതമേ വേണ്ടാന്ന് വെക്കാനും പറ്റണം. പറ്റുമോ പ്രസാദേട്ടന്? പറ്റാതെ പിന്നെ എത്ര കാലം ഒരുമിച്ച് നടന്നാലും ഒരാൾക്ക് വേറൊരാളുടെ മനസ്സോ ജീവിതമോ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല അഞ്ജലി. ഞാൻ ആരെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഞ്ജലിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ അറിയാലോ, പറയണം. എന്നാലേ എനിക്കത് അറിയാൻ പറ്റൂ. അത് ഞാൻ ആരതിയാ, നമ്മള് വിളിച്ചില്ലല്ലോ അങ്ങോട്ട്. മോളെ ആരതി. ആഹാ, എന്താ ഒരിഷ്ടം, എന്താ ഒരു വാത്സല്യം നോക്ക്. 3-4 മനുഷ്യര് വേറെ ഏതോ ഒരു ദിക്കിലോട്ട് യാത്ര പോയിട്ട് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. കൊള്ളാം, സൂപ്പർ ചേച്ചിയാ നിങ്ങള്. എന്നൊന്നും നീ കളിയാക്കി കുറ്റപ്പെടുത്തണ്ട. നിങ്ങള് 3-4 പേര് ചേർന്നല്ലേ ഇവിടുന്ന് പോയത്. അപ്പൊ പിന്നെ ആരും തനിച്ചാണെന്നുള്ള വേവലാതി വേണ്ടല്ലോ. അതുകൊണ്ടാ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് ഉടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അതെ അതെ, തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ന്യായീകരണവും കണ്ടുപിടിക്കാലോ. അല്ല, പ്രസാദേട്ടനില്ലേ അവിടെ? പ്രസാദേട്ടൻ ഇവിടെ തന്നെയുണ്ട്. വേറെ എവിടെ പോവാനാ? മനസ്സിലായി. ഇനിയിപ്പോ എവിടെയും പോവാൻ താല്പര്യം കാണില്ലെന്ന് അറിയാം. കൂട്ടുകുടുംബത്തിന്റെ ശ്വാസമുട്ടലിൽ നിന്ന് ഭാര്യയും ഭർത്താവും തനിച്ചായ ദിവസമല്ലേ. പ്രസാദേട്ടൻ ചുറ്റിപ്പറ്റി അവിടെ തന്നെ കാണുമായിരിക്കും. അല്ലെങ്കിൽ 10 മണിയാവുമ്പോ കൂർക്കം വലിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും എഴുന്നേറ്റിരിക്കുകയാണെന്ന് പറയുമ്പോ തന്നെ റൊമാൻസിന്റെ ലെവലൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാം കേട്ടോ. എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയുന്നേ? രണ്ടിനും ഒരു ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. മാനം മര്യാദയ്ക്ക് സംസാരിക്കുന്നു കരുതി ഞാൻ അറിയാതെ ഫോൺ സ്പീക്കറിൽ ഇട്ടുപോയി. അയ്യോ, നീയൊക്കെ പറഞ്ഞ വേണ്ടാധീനങ്ങൾ മുഴുവൻ പ്രസാദേട്ട ഇവിടെ നിന്ന് കേക്കുവാ. അതിന് ഞങ്ങള് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഭാര്യയും ഭർത്താവും അല്ലേ. തനിച്ചാവുമ്പോ ആർക്കായാലും ഇത്തിരി റൊമാൻസ് ഒക്കെ തോന്നും. ഞങ്ങളതങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, പറച്ചിൽ അത്ര വലിയ കുറ്റമാണോ ഈ രാജ്യത്ത്? മതി മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അച്ഛൻ എവിടെ? അച്ഛനും അമ്മയൊക്കെ എവിടെ? അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് പറ. അച്ചു കിടന്നുറങ്ങി. യാത്രാക്ഷീണോ? അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാ. നിങ്ങൾ എന്താ വരാത്തെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ആ, ഞങ്ങള് നാളെ രാവിലെ തിരിക്കുമെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ഫോൺ വെച്ചേക്ക്. വെച്ചോ വെച്ചോ. ഈ ധൃതിയുടെ കാരണമൊക്കെ അറിയാം ഞങ്ങൾക്ക്. പ്രസാദേട്ടൻ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ എവിടെയാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല രണ്ടിനും. പ്രസാദേട്ടൻ ഇരിക്കെ, കഴിക്കാൻ നമുക്ക്. മതി, താനും ഇരുന്നു. ഞാൻ പിന്നിരിക്കാം. പറയുന്ന കേൾക്കണം. എന്റെ ദേഷ്യം അറിയാലോ. ഇരിക്കണേ അവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.